എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ ഇനിയും കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലമാണ്. അവരുടെ ഭാഗ്യദിവസം, ഭാഗ്യദിനം, ഭാഗ്യനിറം, ഭാഗ്യരത്നം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹത്തിന് അനുയോജ്യമായ മകരക്കൂറിലെയും കുംഭക്കൂറിലെയും നക്ഷത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവരുടെ ഏറ്റവും അനുയോജ്യമായ ദിവസമായി നമ്മൾ കണക്കാക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. അതിൽ 9 ഇവരുടെ ഭാഗ്യ നമ്പർ. 9, 18, 27 ഇവരുടെ ഭാഗ്യ ദിവസമായും ചുവപ്പ് നിറമാണ് ഇവരുടെ ഏറ്റവും അനുയോജ്യമായ ഭാഗ്യ നമ്പർ. പിന്നെ ഭാഗ്യരത്നമായി കണക്കാക്കുന്നത് പവിഴമാണ്. ഈ പവിഴത്തിൻ്റെ മോതിരം അല്ലെ മാലയൊക്കെ മേടിച്ച് ധരിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും. ആയുരാരോഗ്യ സൗഖ്യത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ ഇവരുടെ ഭാഗ്യദേവതയായി സുബ്രഹ്മണ്യനും നരസിംഹമൂർത്തിയാണ്. ഇവരെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ അവിട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ കുംഭക്കൂറിലെ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാർക്ക്, സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷ നക്ഷത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കാം. അത് പുണർദം, കാല്, ആയില്യം, മകം, ഉത്രം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ കുംഭക്കൂറിലെ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ മകം, ഉത്രം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ചതയം, അശ്വതി, കാർത്തിക, രോഹിണി, പുണർദം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കൂടാതെ പുരുഷന്മാർക്ക് കുംഭക്കൂറിലെ വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങളായി ചതയം, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, ഉത്രം നമുക്ക് ചിങ്ങം രാശിയിലാണ് എടുക്കേണ്ടത്. ഇതൊക്കെയാണ്. കൂടാതെ തന്നെ ഒരിക്കലും വിവാഹത്തിന് പാടില്ലാത്തതും കൂട്ടു ബിസിനസ്സുകൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന നക്ഷത്രങ്ങൾ പുരുരുട്ടാതി, രേവതി, ഭരണി, പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളായി യാതൊരുവിധ സുഹൃത്ത് ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് വിജയത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമ്മൾ അതിന് മറുപടി നൽകുന്നതാണ്.